പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ ഒരു ദുരുപദേശം കേൾക്കുകയുണ്ട്. അതൊരു മറുപടി നൽകാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നമുക്ക് കേൾക്കാം. യേശുവിന്റെ കാൽവരി മരണം കൊണ്ട് ശാപങ്ങൾ മാറുന്നില്ല. യേശുവിന്റെ കാൽവരി മരണം കൊണ്ട് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്നൊരു വാക്കേ ഉള്ളൂ. ജീവിത ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് ബൈബിളിൽ ഇല്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. യേശുവിന്റെ കാൽവരിയാൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന്. അതും കഴിഞ്ഞ ദിവസം വേറൊരു ദൈവദാസൻ ഗൗരവമായി എടുക്കുന്ന കേട്ട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തി. രണ്ട് കാര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തന്നെ. ഏതിൽ നിന്നൊക്കെയാണോ? ഒന്ന്, ന്യായപ്രമാണത്തിന്റെ ശാപം സമ്മതിച്ചു. അപ്പം ഇനി നമുക്ക് ശാപമില്ല, ന്യായപ്രമാണം വേണ്ട, പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതി, കൃപയാണ്, ഗ്രേസ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. നല്ല കാര്യം. രണ്ടാമത്തെ ഭാഗം എന്തുവാ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ആർക്ക് കിട്ടി? ആർക്കായി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇന്ന് ടെംപ്ടേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരിടയ്ക്ക് പാപത്തിന്റെ ഇച്ഛ അകത്തില്ലാത്ത ആരെങ്കിലും ഒരാളുണ്ടോ? അത്രയും ശാപം ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. രണ്ട് വിഷയമാണ് ആ സഹോദരൻ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വഴി ന്യായപ്രമാണത്തിൽ നിന്റെ ശാപത്തിൽ നിന്ന് മാത്രമേ വിടുതൽ സംഭവിച്ചിട്ടുള്ളൂ, ജീവിത ശാപത്തിൽ നിന്ന് വിടുതൽ സംഭവിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പാപത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ക്രിസ്തു ചെയ്തത്. പാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് എന്തുകൊണ്ടാണ് പാപത്തിന്റെ ടെംപ്ടേഷൻ ഇന്നുമുള്ളത്? അതുകൊണ്ട് പാപത്തിൽ നിന്ന് യേശു ക്രിസ്തു പാപമോചനം നൽകിയിട്ടില്ല. ഈ രണ്ട് വിഷയമാണ് ഈ സഹോദരൻ തൻ്റെ വലിയ ദൈവശാസ്ത്ര വിഷയം എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാണ് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളൂ, ജീവിത ശാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം ഇതാണ്. ഗലാത്യ 3:13 യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് നമ്മുടെ ബൈബിളിൽ, സത്യവേദ പുസ്തകത്തിൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നൊരു വാക്കുണ്ട്. അപ്പൊ ജീവിത ശാപത്തിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവിത ശാപം എന്ന് പറയുന്ന ഒരു ശാപമുണ്ടോ? ബൈബിളിൽ അങ്ങനെ ശാപത്തെ കുറിച്ച് പറയുകയോ ജീവിത ശാപത്തിൽ നിന്ന് യേശു ക്രിസ്തു മോചിപ്പിച്ചിട്ടില്ല എന്ന് പറയുകയോ ചെയ്തിട്ടുണ്ടോ? മറിച്ച് ഇദ്ദേഹം ശാപം എന്ന വാക്കിനെ ജീവിത ശാപം എന്ന് പറയുന്ന ഒരു പുതിയൊരു വാക്ക് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ശാപത്തിൽ നിന്ന് യേശു ക്രിസ്തു രക്ഷിച്ചില്ല എന്ന് വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ രസകരമായ തമാശ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിയമത്തിന്റെ ശാപം? ഇദ്ദേഹം പറയുന്ന ന്യായപ്രമാണത്തിന്റെ ശാപം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ന്യായപ്രമാണങ്ങളെ കുറിച്ച് ദൈവം കൽപ്പന കൊടുത്തിട്ടുണ്ട്. ആ ഓരോ കൽപ്പനകൾക്കും അത് ലംഘിക്കുമ്പോൾ ശാപങ്ങൾ ഉണ്ടാകുമെന്നുള്ള വസ്തുത പഴയ നിയമത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ നിയമം പാലിക്കാതിരുന്നാൽ ലഭിക്കുന്ന ഈ ശാപങ്ങളിൽ നിന്ന് യേശു ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. അതായത് നമ്മൾ പാപം ചെയ്തിരിക്കുന്നു, നിയമലംഘനം നടത്തിയിരിക്കുന്നു, അതിൻ്റെ പരിണിതപരമായ ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ ശാപത്തിൽ നിന്ന് ക്രിസ്തു നമ്മെ വിടുവിച്ചിരിക്കുന്നത് പൗലോസ് ഗലാത്യയിലെ യഹൂദന്മാരെ പഠിപ്പിക്കുക. അപ്പം മറ്റൊരു ചോദ്യം, ഇതല്ലാതെ ജീവിതശാപം എന്ന് പറയുന്നത് വേറൊരു ശാപമുണ്ടോ? നമ്മളറിയണ്ടേ. ഇദ്ദേഹം ഈ പാസ്റ്റർ കൊണ്ടെന്ന് വെച്ച സംഭവമാണ് ജീവിതശാപം. അങ്ങനെ ശാപമുണ്ടോ? അങ്ങനൊരു ശാപമില്ല. ആകെ ഒരു ശാപമേ ഉള്ളൂ. അത് പാപത്തിന്റെ ഫലമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഘട്ടങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്ന ശാപങ്ങളാണ്. അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണത്തിൽ കാണപ്പെടുന്നുണ്ട്. വ്യക്തമായി ഇന്ന പ്രമാണങ്ങൾ ലംഘിച്ചാൽ ഇന്ന ശാപങ്ങളുണ്ടാവും. ഉദാഹരണം, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവൻ അവൻ 2 നഷ്ടങ്ങൾ സംഭവിക്കും. ഒന്ന്, ദീർഘായുസ് ഉണ്ടാവുകയില്ല. 2, അവൻ്റെ ജീവിതത്തിൽ തിന്മ കടന്നു വരും. മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ദീർഘായുസ് ലഭിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ നന്മ കൈവരും. അപ്പം ഇങ്ങനെ പാപവുമായി ഒരു ശാപത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് നീ കർത്താവിനെ അനുസരിക്കുകയും വിധേയപ്പെടുകയും കൽപ്പന പാലിക്കുകയും ചെയ്താൽ നിന്റെ 1000 തലമുറ അനുഗ്രഹിക്കപ്പെടും, കർത്താവിൻ്റെ പ്രമാണം ലംഘിച്ചാൽ നിന്റെ 7 തലമുറ നശിക്കും എന്നൊക്കെ പറയുന്ന നിയമത്തിൻ്റെ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളെയും പഴയ നിയമം.
അപ്പൊ അതുകൊണ്ടാണ് യഹൂദന്മാരുടെ പോലീസ് ഈ പ്രകാരം ന്യായപ്രമാണത്തിന് ശാപത്തിന് രക്ഷിച്ചു എന്ന് വ്യക്തമായി ഗലാത്യർ 3:13 പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുകയാണ് ന്യായപ്രമാണത്തിൽ അങ്ങനെ ശാപങ്ങൾ ഉണ്ടാകും, അതല്ലാതെ വേറെയും ശാപങ്ങളുണ്ട്, ന്യായപ്രമാണത്തിൽ ഇല്ലാത്ത തരം ശാപങ്ങൾ. ആ ശാപങ്ങളാണ് ജീവിത ശാപങ്ങൾ. പൗലോസ്ലീഹ ഇതിനെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു: നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുമ്പോൾ നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമാവുകയാണ് ചെയ്യുന്നത്. നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. ഇവിടെ നാം എന്താണ് കണ്ടത്? അതായത് വിജാതീയരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസാക്ഷിയിൽ ദൈവം യഹൂദന്മാർക്ക് കൊടുത്ത നിയമങ്ങൾ അതുപോലെ തന്നെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അവർക്ക് നിയമങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും അവരുടെ മനസാക്ഷിയിൽ ദൈവം കൊടുത്ത നിയമങ്ങൾ ഉണ്ട് എന്ന് അവർ തന്നെ ആ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ന്യായപ്രമാണത്തിന്റെ ആ ശാപങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമല്ല, ന്യായപ്രമാണം ഇല്ലാത്തവർക്കും അതേ ശാപങ്ങൾ ഉണ്ട്. ആ ശാപങ്ങളെ ജീവിതശാപം എന്ന പേരിൽ ഇദ്ദേഹം പറയുകയാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ശാപവും ജീവിതശാപവും രണ്ടാണോ? നിയമമുള്ളവനും നിയമമില്ലാത്തവനും ഒരുപോലെ പാപമുണ്ടെങ്കിൽ ഈ പാപത്തിന്റെ പരിണതഫലമായ കടങ്ങൾ, ശാപങ്ങൾ കടന്നു വരും. ആദ്യത്തെ ഉദാഹരണം, നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഹവ്വയോട് പറയുകയാണ്, പുരുഷൻ നിന്നെ ഭരിക്കും. ഒരു ശാപമാണ്, പുരുഷൻ നിന്നെ ഭരിക്കും. യഥാർത്ഥത്തിൽ അത് ദൈവത്തിന്റെ ഭരണത്തിൽ നിന്ന് മനുഷ്യൻ മാറി മനുഷ്യന്റെ ഭരണം എടുക്കുമ്പോൾ ശക്തിയുള്ളവൻ ബലഹീനനെ ഭരിക്കും. അതിന്റെ പരിണതപരമായ ശാപമാണ്. ഇത് തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഏത് പാപം കടന്നു വരുമ്പോഴും ആ പാപത്തിന്റെ പരിണതപരമായി അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ശാപങ്ങൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഈ ശാപങ്ങൾ നീക്കിക്കളയാൻ തന്നെയാണ് യേശുക്രിസ്തു കടന്നു വന്നത്. അല്ലാതെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ശാപങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് നീക്കിക്കളയാൻ വേണ്ടിയിട്ടല്ല യേശു എഴുതുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ കാണുകയാണ്, നമ്മൾ പാപം ചെയ്തിരിക്കുന്നു, ആ പാപത്തിന്റെ പരിഹാര പ്രവൃത്തി നാം ചെയ്തിട്ടില്ല, അതിന് ഫലമായി ശാപം കടന്നു വരുന്നു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് എന്ത് ഇത് നീക്കിക്കളയാൻ സാധിക്കാത്തത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു സഹോദരൻ തൻ്റെ സഹോദരന് ലഭിക്കേണ്ട സമ്പത്ത് തട്ടിയെടുക്കുകയും മറ്റു പല രീതിയിൽ തട്ടിയെടുക്കുകയും ചെയ്തതിന് ശേഷം അവൻ ദരിദ്രനായി, സഹോദരൻ ദരിദ്രനായി ജീവിക്കുന്നവൻ അതിസമ്പന്നനായി ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞത് കൊണ്ട് മാത്രം, അവൻ യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടത് കൊണ്ട് മാത്രം അവന്റെ കടം വീടുകയില്ല. മറിച്ച് അവൻ സ്വാഭാവികമായി ചെയ്യേണ്ട ഒരു കടമയുണ്ട്. അവന്റെ കടം മാറണമെങ്കിൽ സഹോദരൻ തട്ടിയെടുത്ത സമ്പത്ത് സഹോദരന് തിരികെ കൊടുക്കണം. അത് ന്യായമായൊരു വിഷയമാണ്. എങ്കിൽ മാത്രമേ ആ പാപമോചനം പൂർണ്ണമാവുള്ളൂ. മനസ്സിലാക്കണം. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരനുമായി രമ്യപ്പെടണമെന്നുള്ളത് ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ നിന്ന് ലഭിക്കുന്ന പാപമോചനത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള വസ്തുതയാണ്. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവുമായി ഐക്യപ്പെട്ടു, ഞാൻ യേശുക്രിസ്തുവിൽ ഒന്നാക്കപ്പെട്ടു, പക്ഷെ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അവൻ കള്ളം പറയുന്നതെന്നല്ലേ യോഹന്നാൻ സ്നേഹം പഠിപ്പിച്ചത്. അപ്പൊ ഇപ്രകാരം ചെയ്തിട്ട് എൻ്റെ ന്യായപ്രമാണത്തിന് ശാപം മാത്രമേ നീങ്ങിയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ സഹോദരനെ പറ്റിച്ചതിന് ഫലമായി ഉണ്ടായ ശാപം എൻ്റെ ജീവിതത്തിൽ നീങ്ങിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് എന്ത് കാര്യം? ഇതാണ് ഒന്നാമത്തെ വസ്തുത. അപ്പൊ ഇപ്രകാരമുള്ള ശാപം നീങ്ങി പോകുന്നില്ലെന്നാണ് ഇദ്ദേഹം പറയാതെ പറയുന്നത്. ഇപ്രകാരമുള്ള ശാപം നിയമത്തിന്റെ ഫലമായിട്ടുള്ളതായാലും നീങ്ങിപ്പോവില്ല, ന്യായപ്രമാണത്തിന്റെ ശാപമായാലും നീങ്ങിപ്പോകില്ല എന്ന് ഈ പാസ്റ്റർ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ. ഇനി അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്, പാപമോചനം യേശുക്രിസ്തു നൽകുന്നില്ല. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്താണ്. അതിനുള്ള കാരണം തെളിവ് വയ്ക്കുകയാണ് അദ്ദേഹം. പാപമോചനം യേശുക്രിസ്തു നൽകിയിരുന്നെങ്കിൽ ഒരു വ്യക്തിക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുമായിരുന്നില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്, പ്രലോഭനം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ പ്രലോഭനം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കുള്ളിൽ പാപം ഉണ്ടെന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം,
യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ പ്രലോഭനം ഉണ്ടായപ്പോൾ യേശുക്രിസ്തു പാപിയാണോ? ഗത്സമൻ തോട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് സ്വയം സമർപ്പിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രലോഭനം, അതിൽ യേശുക്രിസ്തു പാപിയാണോ? അദ്ദേഹം മറുപടി പറയണം. പ്രലോഭനം വേറെ, പാപം വേറെ. പാപത്തിൽ ഒരു മോചനമുണ്ട്, അത് യേശുക്രിസ്തു തന്നിട്ടുണ്ട്. അത് എപ്രകാരമാണെന്ന് അറിയണമെങ്കിൽ പാപത്തിന്റെ മോചനം എന്നത് മനസ്സിലാക്കണം. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നാണ് പാപത്തിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറഞ്ഞ അർത്ഥം. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപം എൻ്റെ ജീവിത ചരിത്രത്തിലുണ്ട്. പക്ഷെ അതിന്റെ പരിണിതഫലമായി എൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന പാപത്തിന്റെ സ്വാധീനവും പാപം വഴി ഉണ്ടായിരുന്ന അടിമത്തത്തിൽ നിന്നുമാണ് നമ്മെ യേശുക്രിസ്തു മോചിപ്പിച്ചിരിക്കുന്നത്. ഇതിനും വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8:34 അത് ഇപ്രകാരമാണ്. യേശു പ്രതിവചിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഈ വചനം ശ്രദ്ധിക്കൂ. എന്താണ് പാപമോചനം എന്ന് വളരെ വ്യക്തമായി ഈശോ പഠിപ്പിക്കുക. പാപമോചനം എന്ന് പറയുന്നത് പാപത്തിന്റെ പ്രലോഭനത്തിൽ നിന്നുള്ള മോചനമല്ല. പാപമോചനം എന്ന് പറയുന്നത് എൻ്റെ കഴിഞ്ഞ ജീവിതം പോയി മായ്ച്ചു കളയലല്ല. പാപം വഴി എൻ്റെ ജീവിതത്തിൽ പാപത്തിനൊരു സ്വാധീനവും എൻ്റെ ജീവിതത്തിൽ പാപത്തിന്റെ അടിമത്വവും കടന്നു വരും. പുത്രനാണ്, യേശുക്രിസ്തുവാണ് നമ്മെ സ്വതന്ത്രനാക്കുന്നത് കുരിശുമരണത്താൽ. അതിലാണ് നാം സ്വതന്ത്രനായിരിക്കുന്നത്. അപ്പൊ പാപമോചനം ലഭിച്ചിട്ടില്ലെന്ന് ഈ പാസ്റ്റർ പറയുന്നത് എന്ത് അർത്ഥത്തിലാണ്? ടെംപ്റ്റേഷൻ ഉണ്ടാകും, പ്രലോഭനം ഉണ്ടാകും. അതുകൊണ്ടല്ലേ യേശുക്രിസ്തു പഠിപ്പിച്ചത്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പ്രലോഭനങ്ങളിൽ നിങ്ങളെ ഉൾപ്പെടുത്തരുതേ. വളരെ വ്യക്തമായി പഠിപ്പിക്കുകയല്ലേ യേശുക്രിസ്തു. ഇവർ സ്വർഗ്ഗസ്ഥനായ അല്ലാത്തത് കൊണ്ട് ഇവർക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നത് കൊണ്ട് നമുക്കിത് വളരെ മനപ്പാടായിരിക്കും ഈ പ്രാർത്ഥന. പ്രലോഭനം ഉണ്ടാകും, എന്നാൽ പാപത്തിന്റെ അടിമത്തം. എന്താ പാപത്തിന്റെ അടിമത്തം? പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി അതേ സാഹചര്യം വീണ്ടും കടന്നു വന്നാൽ ആ പാപം ചെയ്തിരിക്കും. അതൊരു വർഷം കഴിഞ്ഞിട്ടാകും വരിക, പിന്നെ അത് 6 മാസം കൂടുമ്പോഴാവും വരിക, പിന്നെ അത് 3 മാസം കൂടുമ്പോഴായിരിക്കും വരിക, പിന്നെ അത് 2 മാസം 1 മാസം കൂടുമ്പോൾ, പിന്നെ ആഴ്ചയിലായിരിക്കാം, പിന്നെ ദിവസവും ആ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുന്നതായിരിക്കാം. ഇപ്രകാരം സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, മദ്യപാനം തുടങ്ങി മാരക പാപങ്ങൾ അടിമത്തത്തിലേക്ക് പോയിട്ടുള്ള വ്യക്തികളെ മോചിപ്പിക്കുവാൻ പുത്രൻ സ്വതന്ത്രനാകണം. യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചതിന് വേണ്ടിയാണ്. ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന, നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. പിന്നെ ആ വ്യക്തിക്ക് പാപം ചെയ്യാൻ സാധ്യമില്ല. സ്വിച്ച് ഇട്ട പോലെ ഓഫായി പോകും. അതുവരെ ഈ പാപത്തിലേക്ക് വീണ് പോകുമോ എന്ന് ഭയപ്പെട്ട വ്യക്തി സ്വിച്ച് ഇട്ട പോലെ ഓഫായി പോവുകയാണ്. അതായത് പാപത്തെ വെറുക്കും. അയ്യോ, ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് വേദനിക്കില്ലേ, ഞാനതിനെ വെറുത്തുപേക്ഷിക്കുന്നു എന്ന ലെവലിലേക്ക് മാറണമെങ്കിൽ പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഇതാണ് പാപമോചനം. പിന്നെ പാപം ചെയ്യാൻ പറ്റാത്തവണ്ണം ആ വ്യക്തി മാറുന്നു. അതാണ് പാപമോചനം. അല്ലാതെ പ്രലോഭനം പുറമേ നിന്ന് വീണ്ടും ഉണ്ടാവും. ഈ ലോകത്തിൽ പിശാചിനോടത്തോളം കാലം മനുഷ്യനെ പ്രലോഭനം എന്നും ഉണ്ടായിരിക്കും. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞാൽ അടിമത്തത്തിലേക്ക് പ്രവേശിക്കുകയും ആ പാപത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് ആ പാപം ആ വ്യക്തി കൊണ്ട് നിരന്തരം അടിമപ്പെടുത്തിക്കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യും. യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ടാൽ ഇതിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കിട്ടുകയും പുത്രന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് ഇനിയൊരിക്കലും ചെയ്യുകയില്ലെന്ന് പറയാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഇടയിൽ എത്രയോ പേർ ഒറ്റ ദിവസം കൊണ്ട് മദ്യപാനം നിർത്തി ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ടുള്ള, ഐക്യപ്പെട്ടുള്ള എത്രയോ പേരുണ്ട്. വലിയ മദ്യപാനികൾ മദ്യപാനം നിർത്തി കർത്താവിൽ ഐക്യപ്പെട്ടു നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ? എത്രയോ വലിയ കൊലപാതകികളായ വ്യക്തികൾ മാനസാന്തരപ്പെട്ടുകൊണ്ട് മനുഷ്യജീവന് സംരക്ഷണം നൽകുന്ന മാനസിക രോഗികൾ നോക്കുന്ന കേന്ദ്രങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ഇടയിൽ തന്നെയല്ലേ? എത്രയോ വലിയ മാരക പാപം ചെയ്ത വ്യക്തികൾ ഒറ്റ ദിവസം കൊണ്ട് വിശുദ്ധരാക്കപ്പെട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാക്കി മാറിയിരിക്കുന്നത്
നമ്മുടെ ഇടയിൽ തന്നെ കാണുന്നില്ലേ? ഇതാണ് പാപമോചനം. ഇപ്പൊ പാസ്റ്റർ എന്താണ് പാപമോചനമെന്നും എന്താണ് ശാപമോചനമെന്നും വ്യക്തമായി ഒന്ന് പഠിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.